നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. BSc നേഴ്സിംഗ് കേരളത്തിന് പുറത്തുള്ള അയൽ സംസ്ഥാനങ്ങളിലേക്ക് അഡ്മിഷൻ നോക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. കേരള സംസ്ഥാനത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിലേക്ക് അഡ്മിഷൻ നോക്കുന്ന വിദ്യാർത്ഥികൾ പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഒന്ന്, കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനം തമിഴ്നാട്, കർണാടക, ആന്ധ്ര, തെലങ്കാന എന്നിങ്ങനെ സംസ്ഥാനങ്ങളിലേക്കാണ് ധാരാളം വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുക്കുന്നത്. അതിൽ കൂടുതൽ വിദ്യാർത്ഥികൾ പോകുന്നതും കർണാടക സംസ്ഥാനമാണ്. അതുപോലെ എല്ലാ സംസ്ഥാനങ്ങളിലും വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്നത് കർണാടക സംസ്ഥാനമാണ്. അപ്പോൾ എല്ലാ കോളേജിലും ശ്രദ്ധിക്കേണ്ട കാര്യം, കോളേജ് സെലക്ഷൻ എടുക്കുമ്പോൾ കുട്ടികൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കോളേജിന് സ്വന്തമായിട്ട് ഹോസ്പിറ്റൽ സൗകര്യങ്ങളുണ്ടോ, ഹോസ്റ്റൽ ഫെസിലിറ്റീസ് എങ്ങനെയാണ്, കോളേജിൽ എത്രത്തോളം അക്കാഡമിക്സ് നന്നായിട്ട് പോകുന്നു, അതുപോലെ തന്നെ അവരുടെ കോളേജിൽ എത്ര ബാച്ചുകൾ BSc നേഴ്സിംഗ് ഇറങ്ങിപ്പോയിട്ടുണ്ട്, പ്ലേസ്മെൻറ്റ് സൗകര്യം എന്തോരമുണ്ട്, സ്വന്തമായിട്ട് ഹോസ്പിറ്റലുണ്ടോ, അതുപോലെ തന്നെ ടൈഅപ്ഡ് ഹോസ്പിറ്റലാണോ, ക്ലിനിക്കൽ പ്രാക്ടീസ് എങ്ങനെയാണ് നൽകുന്നത്, എത്രത്തോളം പ്രാക്ടിക്കൽ നൽകുന്നുണ്ട്, എത്രത്തോളം സ്റ്റഡി നൽകുന്നുണ്ട്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അറിയണം. അതുപോലെ തന്നെ ആ കോളേജിൽ മലയാളി വിദ്യാർത്ഥികൾ എത്ര പേര് പഠിക്കുന്നുണ്ട്, അവരുടെ റിവ്യൂ എങ്ങനെയാണ്, അങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ അറിയണം. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് ഏജൻറ്റുമാരും ഏജൻസിക്കാരും വിദ്യാർത്ഥികളെ കോൺടാക്റ്റ് ചെയ്യുകയും ഒരുപാട് കോളേജുകൾ നൽകുകയും ചെയ്യും. അപ്പോൾ അത് കറക്റ്റായിട്ട് നോക്കി മനസ്സിലാക്കിയിട്ട് അഡ്മിഷൻ എടുക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കേരളത്തിന് പുറത്തുള്ള കോളേജുകളിലേക്ക് അഡ്മിഷൻ എടുക്കുമ്പോൾ കർണാടകയിൽ അഡ്മിഷൻ എടുക്കുമ്പോൾ കർണാടകയുടെ എൻട്രൻസ് വഴി കർണാടക എൻട്രൻസ് അതോറിറ്റി നൽകുന്ന KCET എന്ന് പറഞ്ഞ എൻട്രൻസ് വഴി വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നേടാവുന്നതാണ്. അതിൽ ഗവൺമെൻറ് മെറിറ്റ് ഫീസിൽ പഠിക്കാൻ പറ്റും. അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശ്, തെലങ്കാന സ്റ്റേറ്റിലാണെന്നുണ്ടെങ്കിൽ നീറ്റ് എക്സാമിനേഷൻ എഴുതിയ വിദ്യാർത്ഥികൾക്കാണെങ്കിൽ അവിടെ അഡ്മിഷൻ ലഭിക്കത്തുള്ളൂ. തമിഴ്നാട് സ്റ്റേറ്റിലാണെന്നുണ്ടെങ്കിൽ എൻട്രൻസുകളൊന്നും ഇല്ലാതെ അഡ്മിഷൻ ലഭിക്കും. ഇനി കോളേജുകളിൽ യൂണിവേഴ്സിറ്റികൾ കുറേ ഡിവിഷൻസുകളുണ്ട്. ഒന്ന് ഗവൺമെൻറ് യൂണിവേഴ്സിറ്റി, ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി എന്നിങ്ങനെയാണ്. അതിൽ ഓരോ യൂണിവേഴ്സിറ്റിക്കും ഓരോ ടൈപ്പ് വാല്യുവേഷൻസ് ആണുള്ളത്. പിന്നെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന കോളേജ് കറക്റ്റ് ആയിരിക്കണം എന്നുള്ളതാണ്. അത് എടുത്തതിന് ശേഷം ജോയിൻ ചെയ്തതിന് ശേഷം മറ്റുള്ള എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ വിദ്യാർത്ഥികൾ കോളേജ് ചൂസ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. യൂട്യൂബിൻ്റെ അകത്ത്, ഗൂഗിളിൻ്റെ അകത്ത്, അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ കോളേജിൻ്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്താലും അത് കറക്റ്റ് ആവണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ അയൽ സംസ്ഥാനങ്ങളിലേക്കുള്ള അഡ്മിഷൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോ എന്തെങ്കിലും സംശയങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്റ്റ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. താങ്ക്